ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കേരളം ഇന്ന് കത്തിപ്പടർന്ന ഒരു പ്രസ്താവന നമ്മുടെ മുരളീധരൻ ഇറക്കിയേക്കാണ്. കേരളത്തിനകത്ത് ഒരു ഹോസ്പിറ്റലുകളിലും ഇനി പാർട്ടിയുടെ കൊടിയോ ബാനറോ വെച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള പൊതിച്ചോറ് വിതരണവും നടക്കില്ല എന്നാണ് പറയുന്നത്. ഇത് ആ, ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിനകത്ത് എൻ്റെ വീട്ടുകാരുൾപ്പെടെ ഞാനും എൻ്റെ വീട്ടുകാരും ഏകദേശം ഒരു 10ഓ 12ഓ ടൈമിൽ കൂടുതൽ തന്നെ പൊതിച്ചോറ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. മാസത്തിലോ മാസങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു തവണ നമുക്ക് ഈ ഒരു പൊതിച്ചോറ് കെട്ടിക്കൊടുക്കാനുള്ള അവസരം വരുന്നത്. പക്ഷേ ആ സമയം നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞാണ് ആ പൊതിച്ചോറ് കിട്ടുന്നത്. ഇത് കഴിക്കുന്നവർ ഏത് പാർട്ടിക്കാരാണെന്നോ ഏത് മതത്തിലുള്ളവരാണെന്നോ ഒന്നുമല്ല. അവര് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനുഷ്യരാണെന്നുള്ളൊരു പരിഗണന മാത്രമാണ് നമ്മുടെ ഉള്ളിലോട്ട് വരുന്നത്. അവരുടെ വയറ് നിറയ്ക്കാൻ മനസ്സറിഞ്ഞ് നിറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യാറുണ്ട്. സോ ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മാത്രമല്ല, ഈ പൊതിച്ചോറ് കെട്ടുന്ന ഓരോ വ്യക്തികളും ആ പൊതിച്ചോറ് കെട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും തന്നെയായിരിക്കും അത് കെട്ടുക. അതിനകത്ത് രാഷ്ട്രീയമോ മതമോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ പൊതിച്ചോറ് നമ്മളോട് കെട്ടിക്കൊടുക്കാൻ പറയുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതിന് 2 ദിവസം മുന്നേ ഡിവൈഎഫ്‌കാര് വീട്ടിൽ വരും. ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ തരാൻ പറ്റുംന്ന് തന്നെ പറയാറ്. ആരും വേണ്ടാന്ന് വെക്കാറില്ല. ആ സമയം ഇവര് നമ്മളോട് ഡേറ്റ് പറയും. കറക്റ്റ് 8 മണിയാകുമ്പോ അവര് വീട്ടിൽ വന്ന് ആ പൊതിച്ചോറ് കൊണ്ടുപോകും. എത്ര പേരുടെ അധ്വാനമാണ് ഓരോ ദിവസവും അവിടെ നടക്കുന്നെ. അതെത്ര സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞിട്ടാണ് അവര് ചെയ്യുന്നെ. ഇതിനകത്ത് ഒരിക്കലും ഞാൻ രാഷ്ട്രീയം കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ ഗുണഫലം അനുഭവിക്കാനും കൂടിയിട്ടുള്ളൊരു ആഹ് ഇതെന്റെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2ഓ 3ഓ തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തില് നമ്മൾക്ക് അറിയാം നമ്മുടെ ഒരാള് ഹോസ്പിറ്റലിൽ നമുക്ക് വിശപ്പിനൊന്നും ഒരു എന്താ പറയാ, വിശപ്പൊന്നും നമുക്ക് നമ്മൾ ആശുപത്രിയിൽ കിടക്കണല്ലേ എന്ന് വെച്ചിട്ട് മാറി നിക്കത്തൊന്നുമില്ല. നമ്മൾ ഏറ്റവും ഫിനാൻഷ്യലി, മെന്റലി ഒക്കെ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഹോസ്പിറ്റലൈസ് ആവുന്ന സമയത്തൊക്കെ. ആ സമയം ഒരു നേരത്തെ അന്നം കിട്ടുന്നുണ്ടെങ്കിൽ അത് പുണ്യമായിട്ട് അത് ആര് തന്നാലും അത് പുണ്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് പോയി മേടിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റൽ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ ക്യൂ നിൽക്കുന്ന ഒ എല്ലാ കാറ്റഗറീസിലുള്ള ആൾക്കാർ. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, അ ക്രിസ്ത്യാനിയില്ല, ഒന്നുമില്ല. അവിടെ ഡിവൈഎഫ്ഐക്കാരനില്ല, എസ്എഫ്ഐ ഇല്ല, രാഷ്ട്രീയം ഒന്നുമില്ല അവിടെ. അവിടെ മനുഷ്യര് മാത്രേ ഉള്ളൂ. വിശപ്പ് മാത്രേ ഉള്ളൂ. സോ ആ ഒരു ചോറിന് വേണ്ടിയിട്ട് ആ സമയം നോക്കി കാത്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വരെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് അവർക്കൊരു കൈത്താങ്ങാണ്. അവരുടെ ഒരു നേരത്തെ ആഹ്, ഭക്ഷണത്തിന്റെ ചെലവവിടെ കുറയാം. പിന്നെ അതുപോലെ തന്നെ അത്രയും സ്നേഹം നിറഞ്ഞിട്ടുള്ള പൊതിച്ചോറാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഞാൻ ഈ ഒരു വാർത്തയൊക്കെ കാണുന്ന സമയത്തൊക്കെ ഈ മുരളീധരന്റെ ബൈറ്റ്സ് കാണുമ്പോ ശരിക്ക് പറഞ്ഞാ തോന്നുന്നത് ഒരു കംപ്ലയിന്റ് വന്നിട്ടല്ല ഇത് നിർത്തലാക്കുന്നത്. ഒരു സിംഗിൾ കംപ്ലയിന്റ് പോലും അവിടെ എത്തിയിട്ടില്ല. ഈ ഒരു ചോറ് കൊടുക്കുന്നതില് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഡിവൈഎഫ്ഐക്കാര് കൊടുക്കുന്നതാണ് എന്നത് മാത്രാണ് പ്രശ്നം. അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ കൊടുക്കുമ്പോ ഞങ്ങളെക്കൊണ്ട് കൊടുക്കാൻ പറ്റൂല. ദൈവത്തെ ഓർത്ത് നിങ്ങള് കൊടുത്ത് ഞങ്ങളുടെ ഇത് കളയല്ലേന്ന് ഓർത്തിട്ട് പറയുന്നൊരു സാനം. ശരിക്കിനും എന്താ പറയാ, ധാർഷ്ട്യം മാത്രമാണ് മുരളീധരന്റെ വാക്കുകളിൽ നമുക്ക് നിഴലിച്ച് കാണാൻ പറ്റുന്നത്. ഇതിന് ബദലായിട്ട് അവര് പറയുന്നത് ആഹ് കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരാൻ പോണെന്നാ. ഈ കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമ്പോ അവര് മുരളീധരൻ പറയുന്നൊരു വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില്, "നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഭക്ഷണം തരാം. ഞങ്ങളത് കൊടുത്തോളാം." ഇത്രയും ധാർഷ്ട്യമുള്ള ആൾക്കാര് എന്താ പറയണ്ടേ? ഞങ്ങള് കറക്റ്റ് സമയത്ത് ഇനി മുതൽ ആശുപത്രികളിൽ എല്ലാ രോഗികൾക്കും ബൈസ്റ്റാൻഡറിനും ഇത്ര സമയത്തിനുള്ളിൽ ഒരാൾക്ക് പോലും മാറ്റി നിർത്താൻ അല്ലെങ്കിൽ വിശപ്പ് കെടാതിരിക്കാൻ, വിശപ്പ് ഉണ്ടാവത്തില്ല. ഞങ്ങളെല്ലാവർക്കും ഫുഡ് കൊടുത്തിരിക്കും. അതും വൃത്തിക്കും സമയത്തിന് ഞങ്ങള് നൽകിയിരിക്കും എന്നുള്ളൊരു ഉറപ്പല്ല കൊടുത്തേ. നിങ്ങള് വേണമെങ്കിൽ ഞങ്ങളുടെ കിച്ചണിൽ വന്ന് സഹായിച്ചോ. ആലപ്പുഴയിലാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണെന്നാ പറയുന്നത്. അതോടൊപ്പം പറയുന്നൊരു കാര്യം, ആഹ് കോമ്പൗണ്ടിനുള്ളില് ആശുപത്രി കോമ്പൗണ്ടിന്റെ ഉള്ളില് അത് ഭരിക്കുന്ന ആൾക്കാർക്കുള്ളതാ. പുറത്ത് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ. അതിന്റെ അകത്തോട്ട് നിങ്ങളെ ആരെയും ഞങ്ങൾ അടുപ്പിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സിംഗിൾ ചോദ്യമുണ്ടേ. എത്രയോ ഡിവൈഎഫ്ഐക്കാരാണ് അല്ലെങ്കിൽ എത്രയോ രാഷ്ട്രീയ സംഘടനകളാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്.
നിങ്ങളെല്ലാം പുറത്തുനിന്ന് ഡൊണേറ്റ് ചെയ്തോ, ഞങ്ങള് അകത്തോട്ട് ആരും വരണ്ട എന്ന് നിങ്ങൾ പറയോ? ഇതൊക്കെ ശരിക്കിനും ധാർഷ്ട്യം മാത്രമായിട്ട്, മറ്റുള്ളവര് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട എന്നുള്ളൊരു ധാർഷ്ട്യത്തിന്റെ പുറത്ത് മാത്രം എടുക്കുന്ന ഒരു തീരുമാനമായിട്ട് മാത്രമേ ജനങ്ങൾക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിനകത്ത് എന്റെ രാഷ്ട്രീയമല്ല പറയാൻ നോക്കുന്നത്. ഞാൻ ഇതിൽ ഫുഡ് കൊടുക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന്നും കിട്ടുമ്പോൾ ഞാൻ അത് ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും നമ്മൾ ഒരു നേരത്തന്നം ഇവര് കൊണ്ടുതരുന്നത് നോക്കിയിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഭാഗമായിട്ടുണ്ട്. സോ, എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.